നാരായണ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ നാരായണ. തരമംഗലത്തേവരെ സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീ രാധേശ്യാം ശ്രീ ലക്ഷ്മി നാരായണന്മാരെ ശരണം. ശ്രീ രുക്മിണി കൃഷ്ണാഭ്യാം നമോ നമ. കൃഷ്ണ രുക്മിണി വിവാഹമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഭാഗവതത്തിൽ ദശമത്തിൽ ഉത്തരാർത്ഥം അതിൽ 55-ാമത്തെ അധ്യായം പ്രദ്യുമ്നൻ പുത്രനായിട്ട് കൃഷ്ണനും രുക്മിണിക്കും മകനായിട്ട് വരുന്നു. ആ രംഗത്തെയാണ് ഇവിടെ പറയണത്. മഹാദേവൻ്റെ 3-ാം തൃക്കണ്ണിൽ ആ നേത്ര അഗ്നിയിൽ ദഹിച്ചതായിട്ടുള്ള കാമദേവന് ശരീരം കിട്ടാതെ കണ്ട് അന്ന് ശാപമോക്ഷമായിട്ട് കിട്ടിയത് കൃഷ്ണ രുക്മിണിമാർക്ക് പുത്രനായിട്ട് ജനിക്കുമ്പോൾ ശരീരം കിട്ടും എന്നാണ്. പ്രദ്യുമ്നൻ എന്ന ബുദ്ധിയുടെ അധിഷ്ഠാന ദേവത ആണ് ഈ കാമദേവൻ. അപ്പോൾ നമുക്ക് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ അറിയൂ. അത് അതിൻ്റെ മാക്സിമത്തിൽ പറഞ്ഞു. അതുകൊണ്ട് അത് രതി ആകുന്ന കാമം അതുതന്നെയാണ് വേണ്ടത്. രതി പ്രേമഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണനിലാണ് വേണ്ടത്, വിഷ്ണുവിലാണ് വേണ്ടത്, ഗുരുവായൂരപ്പനിലാണ് വേണ്ടത്, അതല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്കാണ് രതി വേണ്ടത്. കാമോ മോക്ഷായ, മുക്തിക്ക് ലയത്തിന് വേണ്ടിയിട്ടാണ്. അത് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് വിശകലനം ചെയ്യാനുള്ള കഴിവോട് കൂടിയിട്ട് ഈ മർത്യദേഹത്തിലിരുന്ന് മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു കഥാരുചി വേണം, എന്നാലേ അത് അവിടേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ. അപ്പം അതിൽ ആ കഥയാണ് ഇവിടെ. അനങ്കനായിട്ടുള്ള കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതിക്ക് തൻ്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് മഹാദേവൻ്റെ അനുഗ്രഹം നേടിയപ്പോൾ കിട്ടിയതാണ് കൃഷ്ണ രുക്മിണിമാർക്ക് പുത്രനായിട്ട് ദേഹമെടുത്ത് വന്നോളൂ എന്ന്. ബ്രഹ്മാവ്, നാരദൻ, പ്രദ്യുമ്നൻ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതമാരാണ്. കാമദേവൻ്റെ ശരീരം നഷ്ടപ്പെടാനുള്ള കാരണം സതി ദഹിച്ചതിൻ്റെ ശേഷം പാർവതിയായിട്ട് ജനിച്ച് ലോകമാതാവ് ശിവനിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് സർവം ശുദ്ധമായാൽ മാത്രമേ ഈ മംഗളസ്വരൂപനിലേക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് 3000 കൊല്ലം തപസ് ചെയ്തു, അതല്ലെങ്കിൽ എത്രയോ കാലം തപസ് ചെയ്തു. കാലം ഇത്ര എന്നുള്ളത് ഈ ദേവതമാരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും കാലം തപസ് ചെയ്തോളൂ കുട്ടിയാൽ മതി. ഒരു നിമിഷമേ വേണ്ടൂ ശരിക്കും തപസ് ചെയ്യുകയാണെങ്കിൽ. ചിലപ്പോൾ യുഗയുഗാന്തരം തപസ് ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തി എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിന് ദീർഘം വരും. അപ്പോൾ ഇവിടെ ശിവനിലേക്ക് അർദ്ധനാരീശ്വര ഭാവത്തിലേക്ക് ലയിക്കാനാണ് അമ്മ നമ്മളെ പഠിപ്പിക്കാൻ, അല്ലാണ്ട് അമ്മയ്ക്ക് അത് കിട്ടാൻ ഞെരുക്കണ്ടായിട്ടല്ല. മഹാദേവനെ തപസ് ചെയ്തു, മഹാദേവൻ തന്നെ പരീക്ഷിക്കാൻ വന്നു. തപസ് പൂർത്തിയാക്കണതിൻ്റെ മുന്നേ ആയിട്ട് ദേവന്മാരെല്ലാം കൂടിയിട്ട് ഒരു ജാട കാണിച്ചതാണ്. കാമദേവനെ കൊണ്ട് ഈ പാർവതിയും ശിവനും നിൽക്കുന്ന സമയത്ത് സൗന്ദര്യം വളരെ കൂടുതലാണ് പാർവതിക്ക്. അപ്പോൾ ശിവൻ സൗന്ദര്യം കണ്ട് മോഹിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മലരമ്പൻ പൂശരങ്ങളാണ്, 5 പൂശരങ്ങളാണ്, അത് തൊടുത്തു മഹാദേവൻ്റെ നേരെ. അപ്പോൾ
ഉണ്ടായതായിട്ടുള്ള വികാരം സ്വതേ ആ സ്ത്രീയെ കാണുമ്പോൾ കാമിക്കുകയാണ് വേണ്ടത്. എനിക്ക് കാമത്തെ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ഈ സമയത്ത്. സമയമായി കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അതിന് എൻ്റെ അംശമായിട്ടുള്ള നിങ്ങളാരും എന്നെ അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണ്ട. അത് മഹാദേവൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. ധൃതി, ക്ഷമയില്ലാത്തതുകൊണ്ട് ആ തെറ്റ് ചെയ്തപ്പോൾ അതിന് ശിക്ഷയായിട്ട് ആരാണോ അത് ചെയ്തു വെച്ചാൽ ആ ആൾക്ക് തന്നെ മൃത്യുവെ കൊടുക്കുകയാണ് ഉണ്ടായത്. മൂന്നാം തൃക്കണ്ണ് തുറന്നിട്ട് കാമദേവനെ അതിൽ ഭസ്മീകരിച്ചത്. മഹാദേവൻ അങ്ങനെ ചെയ്തത് കാമദേവന് മാത്രമല്ല ശരീരം പോയത്, പത്നിക്ക് ഭർത്താവില്ലാണ്ടായിപ്പോയി. പിന്നീട് ഈ കാമം അത് ഉണർത്താനുള്ള തേജസ് ഈ പ്രപഞ്ചത്തിൽ ഇല്ലാണ്ടായി. എല്ലാവരെയും അത് ബാധിച്ചു. അല്ലാണ്ട് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു വിചാരിച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ബാധിക്കുമ്പോഴാണ് അത് കുഴപ്പമായിത്തീരുന്നത്. അത് ലോകത്തെ മുഴുവൻ ബാധിച്ചു. അപ്പോൾ രതിക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നാരദനും ശ്രമിച്ചു എന്ന് സാരം. നാരദന് ഭാര്യ ആവശ്യമില്ല, നാരദന് കാമല്ല. അപ്പോൾ നാരദനെ പോലും അതിന് ബാധിച്ചു എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയണോ? ബ്രഹ്മാവിന് നാരദന് ഒന്നും സന്താനങ്ങളില്ല. സരസ്വതി ഭാര്യയായിട്ട് വെച്ചു എന്നൊക്കെയാ വെച്ചെന്ന്. അത് അങ്ങനത്തെ ഭാര്യയൊന്നുമല്ല. അത് വളരെ വ്യത്യാസമുണ്ട്. സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആവാം, ജോലിക്കാരൻ്റെ ആവാം, ഒരു ഫാക്ടറി നടത്തുന്ന ഒരാളുടെ ആവാം. ആ നിലയ്ക്കേ ഉള്ളൂ. ക്ലേ മോഡലിങ്ങിന് മറ്റേ ബിംബം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഭാര്യ വേണ്ട. അവിടെ ഭാര്യ എന്നുള്ളത് ഈ ജ്ഞാനമാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഷഡ്ഗർഭന്മാർക്ക് അവരുടെ 3 ജന്മ അസുരന്മാരായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഷഡ്ഗർഭന്മാരാവണ്ട. അതേപോലെ തന്നെയാണ് ദേവന്മാർക്ക് ഈ ശിവപാർവതിമാരെ പ്രകൃതി പുരുഷന്മാരാണ്. അവർ ചേർന്നിട്ടില്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിലനിൽക്കില്ലേ. അതിന് അതിൻ്റേതായ സമയമുണ്ട്, കാലമുണ്ട്. ആ കാലം കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ധൃതി പിടിച്ചതാണ്. നമ്മൾ ഞെക്കി പഴുപ്പിക്കുക എന്ന് പറയില്ലേ. മൂത്ത് പഴുത്താൽ അതിൻ്റെ സ്വാദ് വേറെയാണ്. മൂക്കാതെ കണ്ട് പൊട്ടിച്ച് കൃത്രിമമായിട്ട് പഴുപ്പിക്കുമ്പോൾ അതിന് സ്വാദ് അത്ര കിട്ടില്ല. ആ കള്ളത്തരം മഹാദേവനും പാർവതിക്കും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ദേഹം പോയത്. അപ്പോൾ രതിയോടൊപ്പം ബാക്കി എല്ലാവരും കരഞ്ഞു. ഒരാവശ്യമില്ലാത്ത നാരദനും ബ്രഹ്മാവും കരഞ്ഞു എന്ന് സാരം. ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള ഇന്ദ്രനും കരഞ്ഞു. അപ്പോഴാണ് ഈ അനുഗ്രഹം കൊടുത്തത്, കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രനായിക്കോളൂ എന്ന്. അപ്പോൾ കാമദേവൻ ഇപ്രകാരത്തിൽ ഇനി ജനിക്കാൻ പോകുന്നില്ല, ശരീരമില്ലാത്തൊരവസ്ഥയിൽ അനങ്കൻ എന്ന രീതിയിൽ ആയി എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ആ കാലത്ത് ജനിച്ചതായിട്ടുള്ള ഒരു ശംബരൻ എന്ന മഹാസുരൻ. ദുഷ്ടനാണ്, ലോകം മുഴുവനെ കീഴടക്കാനുള്ള ഉദ്ദേശമാണ്. തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതായാലും ഇപ്പോൾ പാർവതി ഇല്ല, എന്നുവെച്ചാൽ ശിവന് പത്നിയില്ല. അതുകൊണ്ട് ഇനി ഈ കാമദേവൻ ശരീരമെടുത്ത് വന്നിട്ട് എന്നെ വധിച്ചോട്ടെ എന്നതാണ് വരമായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇനി തനിക്ക് മരണമില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ശംബരൻ നടക്കുന്നത്. ഈ അമിതമായിട്ടുള്ള വിശ്വാസം, എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന് അറിയിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധത്തിലാണെങ്കിൽ ഈ വക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടാണ് ശംബരാസുരൻ വസിക്കുന്നത്.
അപ്പോൾ ഈ സമയമായി വന്നപ്പോഴാണ് ഈ പ്രദ്യുമ്നന് കാമദേവന് പ്രദ്യുമ്നൻ്റെ ശരീരം കിട്ടിയത്. കൃഷ്ണൻ രുക്മിണി ദമ്പതിമാർക്ക് പുത്രനായിട്ട് വന്നത്. പ്രദ്യുമ്നൻ ആയിട്ട് ജനിച്ചു, കാമദേവന് ശരീരം കിട്ടി എന്നുള്ളത് നാരദൻ മുഖേന തന്നെയാണ് ഇനി ശമ്പരൻ അറിയണത് യഥാരസം. ഇത് അറിഞ്ഞോട് കൂടിയിട്ട് മായാവിയായിട്ടുള്ള ശമ്പരൻ ഈ രുക്മിണി കൃഷ്ണന്മാരുടെ കൊട്ടാരത്തിൽ പോയിട്ട് ജനിച്ച സമയത്ത് തന്നെ ആ ഉണ്ണിയെ കട്ടുകൊണ്ടുപോയി. അപ്പോൾ ആ ഉണ്ണിയുടെ സൗന്ദര്യവും, ശത്രുവാണ്, ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ ശത്രുവാണെച്ചാൽ വധിച്ചേ പറ്റൂ. ഇവരിപ്പോൾ സ്വതേ രാക്ഷസനാണോ അസുരനാണോ ചോദിച്ചാൽ നിശ്ചല. രാത്രിഞ്ചരന്മാരാണ്, ഗഗനചാരികളാണ്, മായാവികളാണ്, സ്വതേ മനുഷ്യനെ തിന്നും. ഇങ്ങനെയാണ്. എന്തായാലും ഇവിടെ അത് ചെയ്തില്ല. സൗന്ദര്യം കൊണ്ട് സ്വയമേവ കൊല്ലുകയും ചെയ്തില്ല, കൗതുകം കാരണം കൊണ്ട്. അപ്പോൾ ആകാശത്ത് കൂടെ തന്നെ പോകുമ്പോൾ കടലിൻ്റെ മീതെ കൂടെയാണ് പോണം. അപ്പോൾ മത്സ്യങ്ങൾ വലിയ വലിയ സ്രാവ് ഒക്കെ തിമിംഗലമൊക്കെ ഉണ്ട് ഈ കടലിൽ. അപ്പോൾ ആ തിമിംഗലത്തിന് നിലയ്ക്ക് കടലിലിട്ടു, തിന്നോട്ടെ, എന്നാൽ പിന്നെ പാപം നമുക്കില്ലല്ലോ, കൊലപാതക കുറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് കടലിലിട്ടു. പിന്നെ ചിന്തിക്കാൻ വേണ്ടി ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ പിന്നെ ഈ ശരീരം വീണ്ടും രക്ഷപ്പെടും എന്നുള്ളത് ഈ ചെറിയ പിഞ്ചു കുട്ടിയാണ്, ജനിച്ച സമയമാണ്, അല്ലാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. സന്യം കൊടുത്തായിരിക്കും അത്രയ്ക്കൊക്കെ തന്നെ ആയിട്ടുള്ളൂ. അതും ദ്വാരകയിലേക്ക് പ്രവേശനം ഒരാൾക്കും സാധ്യമല്ല. ഇനി ഇതേപോലെ തന്നെ ചിത്രലേഖ അനിരുദ്ധനെ കൊണ്ടുപോകുന്നുണ്ട് ബാണാസുരൻ്റെ അവിടേക്ക്, ഉഷയ്ക്ക് ഭർത്താവാൻ. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാച്ച അവർ ഈച്ചങ്ങോട്ട് കിടക്കില്ല, കടൽ താണ്ടാൻ പറ്റില്ല എന്നർത്ഥം. എന്നിട്ട് വേണ്ടേ ദ്വാരകയിലേക്ക് പ്രവേശിക്കാൻ. പക്ഷെ അത് ഭഗവാന്റെ ലീലയായതുകൊണ്ട് ശമ്പരൻ അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി അങ്ങനെ കടലിലിട്ട് മത്സ്യം വിഴുങ്ങി. അതൊക്കെ ശരിയാ, മത്സ്യം വിഴുങ്ങുകയും ചെയ്തു. അത് കണ്ടു എന്ന് തന്നെ തോന്നുന്നെങ്കിൽ. ഏതായാലും ഈ മുക്കുവന്മാരിങ്ങനെ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മത്സ്യത്തിനെയും പിടിച്ചു. സാധാരണ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ ശിശു മരിക്കില്ലേ. ആ ശിശു മരിച്ചില്ലേ, അവിടെ കിടന്നു ജീവിച്ചുകൊണ്ട്. ചില കാര്യങ്ങൾ കഥ പറയുമ്പോൾ ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഏതായാലും ആ ശമ്പരൻ്റെ ശത്രുവായിട്ട് ശമ്പരനെ വധിക്കാനുള്ള അവതാര സ്വരൂപം സ്വീകരിച്ചതായിട്ടുള്ള ഈ കാമദേവൻ, ആ ഉണ്ണി മത്സ്യത്തിൻ്റെ ഉള്ളിൽ മരിക്കാണ്ട് കിടന്നു. ഈ വലിയ മത്സ്യമായതുകൊണ്ട് വലിയത് കിട്ടിക്കഴിഞ്ഞാൽ മുക്കുവർ വലിയ മത്സ്യത്തിന് രാജാവിന് കൊടുക്കും. അവിടുത്തെ അപ്പോഴത്തെ രാജാവ് ഈ ശമ്പരാസുരനാണ്, ഭരണം ശമ്പരാസുരൻ്റെ. അപ്പോൾ അവിടെ കൊടുത്തു. ആ സമയത്ത് ഈ നാരദൻ്റെ പ്രേരണ മൂലം ഇങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നാരദൻ എല്ലാവർക്കും ഈ സന്ദേശത്തെ കൊടുക്കുന്നയാളായതുകൊണ്ട് രതിയോട് ചെന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവ് രുക്മിണി കൃഷ്ണന്മാർക്ക് പുത്രനായിട്ട് വരും, ശമ്പരാസുരൻ്റെ അടുക്കളക്കാരിയായിട്ട് അവിടെ ചെന്ന് നിന്നോളൂ, സമയം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ ഭർത്താവിനെ കിട്ടും, അതപ്പോൾ ഞാൻ സൂചന തരാം എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ കൃഷ്ണ ഉണ്ണിയുണ്ടായി. ആ ശമ്പരം കട്ടു, മത്സ്യം വിഴുങ്ങി. ആ സമയത്ത് രതിയുടെ അടുത്ത് ചെന്ന് നാരദൻ പറഞ്ഞു, മത്സ്യം വരും. അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഉണ്ണി ഉണ്ടാവും. ഈ മത്സ്യത്തിനെ കിട്ടി, അത് അടുക്കളയിലേക്ക് എത്തി, കീറി നോക്കിയപ്പോൾ ഉണ്ണിയെ കണ്ടു. അപ്പോഴേക്ക് നാരദൻ വന്നു പറഞ്ഞു, ഇത് നിന്റെ ഭർത്താവ് തന്നെയാണ്, രഹസ്യമായിട്ട് വളർത്തിക്കൊള്ളണം. വെറുതെ വളർത്തിയാൽ പോരാ, എല്ലാ വിദ്യകളും പഠിപ്പിക്കണം. രതിക്കും മഹാമായ വിദ്യ അറിയാം, അതുകൊണ്ട് മഹാമായ വിദ്യ കൂടി പഠിപ്പിച്ച് 16 വയസ്സാകുമ്പോൾ ശമ്പരാസുരനുമായിട്ട് വെല്ലുവിളിക്കുക, ശമ്പരാസുരനെ വധിക്കുക, ദ്വാരകയിലേക്ക് കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും അടുത്തേക്ക് എത്തണം. നിങ്ങൾ 3 പേരും, നിങ്ങൾ 2 പേരും അവിടേക്ക് എത്തണം എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ ക്രമേണയായിട്ട് ആരും അറിയാതെ കണ്ട് ഈ ഉണ്ണിയെ വളർത്തി രതി പഠിപ്പിച്ചു. അങ്ങനെ 16 വയസ്സ് വരെ അമ്മ എന്ന രീതിയിൽ തന്നെ
ഈ പ്രദ്യുമ്നനെ വളർത്തി രതി. പക്ഷേ ഭർത്താവാണേ അതീവ സുന്ദരനാ, എല്ലാ യോഗ്യതയുണ്ട്. രതിക്ക് കാമം സഹിക്കണില്ല. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് കുറേശ്ശൊക്കെ പെരുമാറാൻ തുടങ്ങി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഞാൻ അമ്മയുടെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചു ഭർത്താവ് പ്രദ്യുമ്നൻ. അപ്പോൾ രതി പറഞ്ഞു, ഞാൻ അങ്ങയുടെ മകനല്ല, അങ്ങ് എൻ്റെ മകനൊന്നല്ല, അങ്ങ് എൻ്റെ ഭർത്താവാണ്. അങ്ങ് കാമദേവനാണ്, കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മകനാണ്. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അനവധി കാലത്തെ തപസ്സുകൊണ്ടാണ് എനിക്ക് അങ്ങേ കിട്ടിയത്. ഇനി എനിക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും കാത്തിരിക്കേണ്ട ദ്വാരകയിൽ അങ്ങ് വേഗം തന്നെ ഈ ശംബരാസുരനെ വെല്ലുവിളിച്ച് യുദ്ധത്തിൽ വധിക്കണം, എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. എല്ലാ കഥകളും വിസ്തരിച്ച് പറഞ്ഞു. അങ്ങനെ ശംബരനെ വെല്ലുവിളിച്ചു, യുദ്ധം ചെയ്തു. പിന്നെയൊക്കെ വേഗം നടന്നു. അവിടുന്ന് രണ്ടുപേരും കൂടിയിട്ട് കൃഷ്ണൻ്റെ അടുത്തെത്തി. ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ രുക്മിണിക്ക് മാത്രം സ്തന്യം ചൊരന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ആരാത് രണ്ടുപേരിങ്ങനെ അതീവ സുന്ദരന്മാരെ, സുന്ദരനും സുന്ദരിയാ. കൃഷ്ണൻ്റെ ചെറിയൊരു ഛായയുണ്ട്. അപ്പോൾ വലിയ സന്തോഷം എല്ലാവർക്കും. പക്ഷെ ആരാന്ന് വിചാരിച്ച് ആർക്കും അറിയില്ല. കൃഷ്ണനും കൂടി ഒന്നും അറിയില്ല. പാവം നോക്കി നിൽക്കുക. രാമനും കൃഷ്ണനും നോക്കി നിൽക്കുന്നുണ്ട്. ആരാണാവോ വിചാരിച്ചിട്ടേ. അപ്പോൾ നാരദൻ വന്നു. നാരദൻ പറയട്ടെ വിചാരിച്ച് കാത്തിരിക്കുക. ഇത് അങ്ങയുടെ പുത്രനാണ്. രുക്മിണിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, 16 വയസ്സ് കണ്ട 16 വയസ്സാണ്. എൻ്റെ ആദ്യത്തെ ഉണ്ണിപ്പണ്ടാർന്ന് വെച്ചാൽ ഇതന്നെയാ പ്രായം. കൃഷ്ണൻ്റെ അതേ ഛായയുണ്ട്. പക്ഷേ എങ്ങനെയാ പറയാൻ പറ്റുമോ? അന്യന്മാരെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതിങ്ങനെ പറയാൻ പറ്റുമോ? ഇവർക്ക് അങ്ങോട്ട് പറയാൻ ധൈര്യമില്ല. അപ്പോൾ നാരദൻ വന്നു, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഉണ്ണി തന്നെയാണ്, ശംബരൻ കെട്ടുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതാ വളർത്തി കൊണ്ടുവന്നിട്ട് ശംബരനെ വധിച്ചിരിക്കുന്നു, പുത്രനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഉണ്ണിയെ സ്വീകരിച്ചു. ഈ സന്യം കൊടുത്തുവാണാവോ രുക്മിണി, അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ ലാളിച്ചു. അതിനുശേഷം മറ്റ് വിവാഹങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറയണത്. കൃഷ്ണൻ സത്യഭാമ ജാമ്പവതി രണ്ടുപേരെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതായിട്ടുള്ള രംഗം. ഇപ്പോൾ ആദ്യത്തെ ഭാര്യ വിദർഭ കുമാരിയായിട്ടുള്ള ലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള ഭീഷ്മകൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണി. രണ്ടാമത്തെ ജാമ്പവതിയാണ്. അത് പാർവതി തന്നെയാണെന്നാണ് പറയാറ്. അതേപോലെ ജാമ്പവാൻ്റെ പുത്രിയായിട്ട്, അതൊരു വല്ലാത്ത സ്വഭാവമാണ് എന്നാണ് പറയുക. ലക്ഷ്മി വസ്തുവാണെങ്കിൽ പാർവതി ഭാവമാണ്. നമുക്ക് വേണ്ടതിനെ തരുന്നത് ലക്ഷ്മിയാണ്, നമ്മെ രക്ഷിക്കുന്നത് പാർവതിയാണ്. പവതി ഇതി പാർവതി. ഈക്ഷിക്കുന്നതിനാൽ ലക്ഷ്മി എന്നാണ്. അപ്പോൾ ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്. നോക്കുക എന്നതിനർത്ഥം കണ്ണുകൊണ്ട് നോക്കുക എന്നല്ല, സംരക്ഷണമാകുന്ന അതാണ്. അപ്പോൾ ആഹാരം കിട്ടിയില്ല വെച്ചാൽ, വായു കിട്ടിയില്ല വെച്ചാൽ, വെള്ളം കിട്ടിയില്ല വെച്ചാൽ, ഉറക്കം കിട്ടിയില്ല വെച്ചാൽ നമ്മൾ മരിച്ചു. അപ്പോൾ ആ രക്ഷണങ്ങളെ പാലകധർമ്മം ചെയ്യുന്നത് ലക്ഷ്മിയാണ്. അതേപോലെ പരിപാലിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഈ ഇതൊക്കെ തരല് ലക്ഷ്മിയാണ്, അതിനെ സംരക്ഷണം ചെയ്യുന്നത് പാർവതിയാണ്. അതിനുള്ള ജ്ഞാനം തരുന്നതാണ് സരസ്വതി. ഇപ്പം 3 ഭാവമാണ്. വസിക്കാനുള്ള ഈ ദേഹം അത് മണ്ണാണ്, ഭൂമി. അതാണ് ഭൂമിദേവി. ആ ഭൂമിയാണ് ഈ സത്രാജിത്തിൻ്റെ മകളായിട്ട് സത്യഭാമ എന്ന നിലയ്ക്ക് വന്നത്. നമ്മൾ വസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയുടെ 5 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പഞ്ചമഹാഭൂതാംശമായിട്ടാണ് നമ്മുടെ ശരീരം. അതിൽ മനസ്സും പ്രാണനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായി തേജസ്സോട് കൂടിയിട്ട് ഈ ശരീരത്തെ. അപ്പോൾ അതിന് സത്യഭാമയുടെ സഹായം ഇല്ലാതെ നമുക്ക് പറ്റില്ല. അതേപോലെ അതിൽ പ്രത്യേകമായിട്ട് ചേർന്ന ഓരോന്നും ഇന്ദ്രിയങ്ങളായാലും അതിൻ്റെ അധിഷ്ഠാന ദേവതകളായാലും അതൊക്കെ താത്വികമായിട്ട് നമ്മളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേഹം പ്രാപിച്ച ഒരു ഭാവമാണ് ഈ സത്യഭാമ എന്നത്.
ഇവരൊക്കെ കൃഷ്ണൻ്റെ പത്നിമാരാണ്. നമ്മൾ കൃഷ്ണനായിട്ട് കാണാം. നമ്മൾ രാമായണം വായിക്കുമ്പോൾ രാമനായിട്ട് നമ്മളെ അറിയണം, കൃഷ്ണനായിട്ട് നമ്മളെ അറിയണം. അപ്പം മൂന്നാമത്തെ ഭാര്യ ഭൂമിയാണ്, സത്യഭാമ. നാലാമത്തെ കാളിന്തി വിരജ, സൂര്യപുത്രി, ജലാംശം, പൃഥിവ്യപ് തേജോ വായു ആകാശ. അപ്പോൾ അതിൽ അപ്പ് ആണ് ഈ കാളിന്തി വിരജ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ശുദ്ധി എന്നുള്ളൊരു പ്രക്രിയ നടക്കുള്ളൂ. മറ്റേ നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ അതിലും രണ്ടും ഉണ്ടാവും, ശുദ്ധം ഉണ്ടാവും അശുദ്ധം ഉണ്ടാവും. അപ്പോൾ ഈ അശുദ്ധിയെ മുഴുവൻ നീക്കുന്ന ഒരു ഭാവമാണ് കാളിന്തി അഥവാ വിരജ, സൂര്യപുത്രിയായിട്ട് നാലാമത്തെ ഭാര്യ. അഞ്ചാമത്തെ മിത്രവിന്ദയാണ്. ജീവഗതി ആണ് മിത്രവിന്ദ കണക്കാക്കി തരുന്നത്. ഗംഗയാണ് മിത്രവിന്ദയായത്. മാളവ്യദേശത്തിൽ വസുദേവ സഹോദരിയായിട്ടുള്ള ഈ രാജാധിദേവി അവന്തിയിലാണ് രാജകുമാരി. അത് രുക്മിണിയെ രാക്ഷസ വിധി പ്രകാരം വിവാഹം കഴിച്ച പോലെയാണ് ഈ മിത്രവിന്ദയും കൊണ്ടുവന്നത്. അത് മോക്ഷത്തിനുള്ള ഉപാധി എന്ന നിലയ്ക്കാണ് മിത്രവിന്ദ. ഗംഗയാണ് മിത്രവിന്ദ. ഭഗവത് പാദതീർത്ഥം, ആശ്രയിക്കേണ്ടത് ഭഗവത് പാദത്തെയാണ്. അത് മിത്രവിന്ദ. പിന്നെ സത്യ, അത് തുളസി അല്ലെങ്കിൽ സ്വാഹാദേവിയാണ്. തുളസിയായിട്ടും സ്വാഹാദേവിയായിട്ടും ഓരോ ദേവതയാണെന്നാണ് പറയാറ്. ഏതായാലും സത്യ അതാണ്. അത് കോസല രാജ്യത്തെ നഗ്നചിത്രൻ്റെ പുത്രിയായിട്ട്. നമ്മൾ 7 കാളകളെ ആരാണോ പിടിച്ചു കെട്ടുന്നത് വധിക്കാതെ കണ്ട്, അതും മൂക്കയറില്ലാത്ത പട്ടുകൂറ്റൻ കാളകളെ, യൗവനം, ബലം പലതുമുണ്ട് കാളകൾക്ക്. ആ കാളകളെ കെട്ടുന്നത് അവർക്ക് മാത്രമേ എൻ്റെ മകളെ കൊടുക്കുള്ളൂ. അങ്ങനെ ആരാണോ ഇതിനെ കീഴ്പ്പെടുത്തുന്നത് അവർക്ക് എന്ന് ആ പന്തയം വെച്ചിട്ടാണ് ഈ നഗ്നജിത്ത് തൻ്റെ പുത്രിയെ യോഗ്യന് കൊടുക്കാം എന്ന് നിശ്ചയിച്ചത്. അപ്പോൾ അതിനെ ജയിച്ചിട്ടാണ് ഒരേ സമയത്ത് തന്നെ 7 രൂപം സ്വീകരിച്ച് 7 കാളകളെയും ബന്ധിച്ചു. മൂക്കയറിടാത്ത കാളകളെയാണ്. എന്നിട്ടാണ് കൃഷ്ണൻ സത്യയെ വിവാഹം കഴിച്ചത്. പിന്നെ ഭദ്ര, അത് ലജ്ജാദേവിയാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുമോ എന്നൊക്കെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. ആ ലജ്ജ എന്ന ദേവിയാണ് ശ്രുതകീർത്തി. വസുദേവ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ പുത്രിയാണ് ഈ ഭദ്രാദേവി. അപ്പോൾ 100 വർഷം സുഖമായിട്ട് ജീവിക്കാൻ ഈ ശരീരത്തിന് അർഹത ഭഗവാൻ തന്നുണ്ട്. അത് വേണ്ട വിധത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ, തെറ്റൊന്നും ചെയ്യാതെ കണ്ടാണെങ്കിൽ 100 വർഷം തേക്കാൻ പറ്റും. വേദവിധിക്ക് അനുസരിച്ചല്ലെങ്കിൽ അത് വിപരീതമായിട്ട് ഫലം വരികയും ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ളതാണ് ഈ ഭദ്ര. പേരെന്നെ ഭദ്ര എന്നാണ്. ഭദ്രം ആവണം നമ്മുടെ ജീവിതം 100 വർഷം വരെ. അതാണ് ലജ്ജാദേവിയാണ്. ലജ്ജ എന്നുള്ളത് നാണമെന്നല്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഉണ്ടാവണ കുറ്റബോധമാണ് ഈ ലജ്ജ. അതേപോലെ ലക്ഷണ, ദക്ഷിണാദേവിയാണ് ലക്ഷണ. ലക്ഷ്യം ഭേദിച്ചിട്ട് വേളി കഴിച്ചു എന്നാണ്. മദ്ര രാജകുമാരിയായിട്ടുള്ള ബൃഹത്സേന പുത്രിയായിട്ടുള്ള ഈ ലക്ഷ്മണരെ കല്യാണത്തിന് അർജുനൻ എപ്രകാരത്തിലാണോ പാഞ്ചാലിയെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ലാക്ക് ഭേദിച്ചിട്ട് അങ്ങനെ കറങ്ങുന്ന മത്സ്യത്തിനെ കണ്ട് ആ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പ് എയ്യണ ആർക്കാണോ ഈ യോഗ്യന് വധുവായിട്ട് പാഞ്ചാലിയെ കിട്ടും എന്ന കൂട്ടത്തിൽ ഇവിടെ കറങ്ങുന്നതായിട്ടുള്ള മത്സ്യം നേരിട്ട് പറ്റില്ല. അത് നിഴലിൽ, വെള്ളത്തിൽ വെച്ച് നിഴലുണ്ട്. ആ നിഴൽ കണ്ടിട്ട് ലക്ഷ്യം ഭേദിക്കണം. കറങ്ങുന്ന ആണ് നിഴൽ നോക്കിയിട്ട് ചെയ്യാൻ പാടൂ. അപ്പോൾ വിപരീത ദിശയിൽ വേണം ഈ അമ്പയക്കാനായിട്ട്. അർജുനൻ ഒരു തവണ ചെയ്തു. അത് തൊട്ടില്ല അങ്ങനെ പോയി എന്നാണ് പറഞ്ഞത്. അതും വാലുഭാഗത്താണ്. കൃഷ്ണൻ ഒരമ്പുകൊണ്ട് ആ കണ്ണിലേക്ക് തന്നെ
ഈ മത്സ്യത്തിനെ ഭേദിച്ചു. കൃത്രിമമായിട്ടുള്ള മത്സ്യമാണ്. ആ മത്സ്യത്തിനെ ലാക്കിനെ ഭേദിച്ചു. അങ്ങനെ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ 8 മഹിഷിമാരെ യഥാർത്ഥത്തിലുള്ള അതായത് നമ്മുടെ ഈ അതായത് ജഡാരഥ എന്നൊക്കെ പറയില്ലേ, വിപരീത ജ്ഞാനം കൂടി വേണമെന്നാ. നമ്മളൊരു പ്രവൃത്തി ചെയ്തു, അതിൻ്റെ നല്ല വശങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു, അതിൻ്റെ ദോഷവശങ്ങളും കൂടിയുണ്ട്. അത് എത്രത്തോളം ബാധിക്കും ഇത് അറിയണം എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരമായിട്ടാണ് സ്വതേ ദക്ഷിണ കൊടുക്കുക. നമ്മൾ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് എന്തേ കണക്കാക്കാറുള്ളൂ. ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ. അതേപോലെ കൊടുക്കുമ്പോൾ എന്താ വിചാരിച്ചാൽ കുറച്ച് കൊടുക്കുക. അതുകൊണ്ട് തൃപ്തിപ്പെടണം കേട്ടോ, ആലോചിക്കൊന്നും തോന്നരുത് കേട്ടോ, ഇതേ ഉള്ളൂ കേട്ടോ. ദക്ഷിണ കൊടുക്കുമ്പോൾ പല പല ഭാവങ്ങൾ നമുക്ക് നല്ലോണം മനസ്സിലാവും. ധാരാളമായിട്ട് ദക്ഷിണ കൊടുക്കുന്നവരുണ്ട്. വളരെ കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ ഞാൻ കൊടുത്തു എന്ന് പറയണ മിടുക്കരും ഉണ്ട്. നല്ല രസമാണ്. അനവധി ദക്ഷിണ വാങ്ങണ ഒരാളാണ് ഞാൻ, പലരുടെയും നിന്നായിട്ട്. കാശ് കൂടുതൽ കിട്ടിയിട്ടല്ല കേട്ടോ, കാശ് കൂടുതലായിട്ട് തരാറില്ല, അതല്ല പറഞ്ഞതിൻ്റെ സാരം അത്രയേ ഉള്ളൂ. ഭാവങ്ങളെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്, ഓരോരുത്തരും എങ്ങനെയാണ് അത് തരണമെന്നുള്ളത്. പിസ്കിയിട്ട് തരണവർ, ധാരാളം തരണവർ, അതേപോലെ കുറച്ച് തന്നിട്ട് കൂടുതൽ തന്നു എന്ന് മറ്റുള്ളവരോട് പറയണവർ. എന്താപ്പോൾ ഞങ്ങളൊക്കെ തരണോണ്ടല്ലേ ഈ കാട്ടിക്കൊണ്ടത് അങ്ങനെ വിചാരിക്കുന്നവർ. നല്ല രസമാണ്. ഭാഗവതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, മാറി നിന്ന് വീക്ഷിക്കാൻ സാധിക്കും ഓരോരുത്തരെയും. ലുബ്ധ ഉണ്ടെങ്കിൽ അത് കാണുക ഈ ദക്ഷിണ സമയത്താണ്. അത് എന്താണ് ദക്ഷിണ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മൂല്യം അറിഞ്ഞിട്ടാണെങ്കിൽ അർഹതപ്പെട്ടവർക്കാണ് അത് കൊടുക്കേണ്ടത്. അർഹത ഇല്ലാത്തവർ ധാരാളം പൈസ വാങ്ങിപ്പോവും, ഇതേ ആളുടെ തന്നെ. അപ്പോൾ അതിൻ്റെ മൂല്യം അറിയാത്തത് കൊണ്ട് അത് അയാൾക്ക് അർഹതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്ന് കേമായിട്ട് പറയുകയും ചെയ്യും. പറ്റിച്ചു പോയതാവും. അർഹതയുള്ള ആൾക്ക് കുറച്ച് കൊടുത്തിട്ട് ഞാൻ കൂടുതൽ കൊടുത്തു എന്നും പറയും. ദക്ഷിണ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു പൂജ കഴിച്ചിട്ട് ദക്ഷിണ കൊടുക്കുമ്പോൾ ദക്ഷിണ ജ്ഞാന സന്ദേശ എന്നുള്ളതിൻ്റെ അർത്ഥം ഗുരു ശിഷ്യനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ അത് പഠിച്ചത് തിരിച്ച് വായിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതാണല്ലോ എനിക്ക് പഠിപ്പ് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പഠിച്ചത് ശരിയാണ് എന്നുള്ളത് അങ്ങ് സമ്മതിക്കണം. എന്നുവെച്ചാൽ അങ്ങേക്ക് ബോധ്യമാവണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ശരിക്കുള്ള ദക്ഷിണ. അപ്പോൾ അവിടെ പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാ അത് അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. തിരിച്ച് പൂജ ഞാൻ ചെയ്തു തരാം അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഈ ദക്ഷിണ എന്താ, തൽസമയത്ത് കിട്ടുന്നില്ല. അതിൻ്റെ ഫലം അപ്പോഴേക്കാണ് കിട്ടില്ല. പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫലം കിട്ടുക കുറച്ച് കഴിഞ്ഞിട്ടാണ്. എപ്പോഴാണോ അതിന് അർഹത കിട്ടുകച്ചാൽ അപ്പോൾ. ഒരു പൂജ കൊണ്ട് കിട്ടിക്കൊള്ളൊന്നുമില്ല. ഒരു വിഷയത്തിന് ചിലപ്പോൾ 10 12 പൂജയൊക്കെ വേണ്ടി വരും. ഒറ്റ പൂജ കൊണ്ട് നടന്നിട്ടില്ല വെച്ചാൽ ആ പൂജാരിക്ക് പിന്നെ വിവരമില്ല എന്നും പറയും. അപ്പം അങ്ങനെയല്ല, അത് കിട്ടുന്നത് വരെ എന്നുള്ള നിലയ്ക്കാണ്. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പഠിക്കുന്നവരും 10 തവണ ആവർത്തിച്ച് പഠിച്ചാലും പഠിയാത്തവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിൻ്റെ കാരണം ഇപ്പോൾ ഒരു തവണ പൂജ കൊണ്ട് ഫലിക്കാത്തത് അത്രയും കൂടുതൽ പാപമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ലുബ്ധുള്ള ആളുകൾക്ക് ഇത് ഒരു പൂജ കൊണ്ട് പഠിച്ചിട്ടില്ല വെച്ചാൽ അത് ഫലിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ആൾ ചെയ്ത് ശരിയല്ല എന്നാ. ഇവിടെ എൻ്റെ പാപമാണ് ഈ ഇത് കിട്ടാതിരിക്കാൻ കാരണം, ഫലം കിട്ടാതിരിക്കാനുള്ള കാരണം. അത് ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമായെങ്കിലോ, നമുക്ക് ആളെ അറിയില്ല, അത് വലിയ പ്രശ്നമാണ്. ഇയാൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിലോ, നല്ല തമാശ. ഒരു അർഹതയില്ലാത്ത ആൾക്കോ കൊണ്ടുകൊടുക്കുകയും ചെയ്യും ഇഷ്ടം പോലെ. ഒരാൾക്ക് 1000 രൂപ കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് 10,000 രൂപ കൊടുക്കും. എന്നിട്ട് ആ 10,000 രൂപ എടുത്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ പോയുള്ളൂ. നേരെ മറിച്ച് ഈ 1000 രൂപ ചെയ്യുന്ന ആൾക്ക് 10 തവണ ആയിട്ട് ഈ 1000 കൊടുത്താൽ കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷമാവും, ആ കാര്യം ഫലിക്കുകയും ചെയ്യും. 11,000 രൂപ നഷ്ടപ്പെട്ടു.
അങ്ങനെ നഷ്ടപ്പെടുന്നവർ ടോട്ടൽ ആയിട്ട് ഈ പൂജാരിമാരെ മുഴുവൻ കുറ്റവും പറയും. യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ഭാവമാണ്. എന്തുകൊണ്ട് ആവർത്തനം വരണു, അത് തീരെ ശരിയല്ല, ചെയ്യാൻ ശരിയല്ലാത്തൊരു നമ്പൂരി വിചാരിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ആണ് ദക്ഷിണ. അതേപോലെ വിദ്യ, നമ്മൾ എന്ത് വിദ്യയാണ് സ്വീകരിക്കേണ്ടത്? എല്ലാവർക്കും ഒരേപോലെ ഇപ്പം മക്കൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം വിചാരിച്ചിട്ട് അച്ഛനമ്മമാർ മക്കളെ വല്ലാതെ കണ്ട് പ്രേരിപ്പിച്ച്, അതേപോലെ കമ്പൽ ചെയ്ത് നിർബന്ധമായിട്ട് നിർബന്ധിച്ച് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കി, ഒട്ടും ഇഷ്ടമില്ലാത്ത അധ്യാപകർ പഠിപ്പിക്കുക, ആ അന്തരീക്ഷം മുഴുവൻ വിപരീതമായിട്ട് നിൽക്കുക, എന്നിട്ട് ആ കുട്ടി തോൽക്കുക. നിനക്ക് ഞാൻ എന്തുണ്ടാക്കി തന്നിട്ടെന്താ കാര്യം? ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ അച്ഛനമ്മമാരാണ് തെറ്റ് ചെയ്യണത്. ഇങ്ങനെയുള്ള വൈപരീത്യങ്ങൾ മുഴുവനെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുന്നതാണ്, നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഈ ദക്ഷിണയ്ക്ക് കഴിയും. അപ്പോൾ ദക്ഷിണ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. അത് വേണ്ട രീതിയിൽ ചിലതിന് ആദ്യമാണ് കൊടുക്കുക, ചിലതിന് പിന്നീടാണ് കൊടുക്കുക, ചിലത് കിട്ടിയിട്ട് കൊടുത്താൽ മതി, ഫലം കിട്ടിയിട്ട് കൊടുത്താൽ മതി, അങ്ങനെയുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതാത് സമയത്ത് അറിയാനേ നിവൃത്തിയുള്ളൂ, അല്ലാതെ കൊണ്ട് മാർഗമില്ല. ഏതായാലും ദക്ഷിണ എന്നുള്ളത് ലക്ഷ്യത്തെ ഭേദിക്കാനുള്ള കഴിവ് കിട്ടൽ തന്നെയാണ്. അപ്രാപ്യമായത് കിട്ടുക എന്ന യോഗം, അതായത് ഇപ്പോൾ യോഗക്ഷേമം എന്ന് പറയില്ല, ഈ യോഗത്തിലേക്ക് എത്തല്, യോജിപ്പിക്കല്, ഭഗവാനുമായിട്ടുള്ള ഈ യോജിപ്പിക്കല്, അതിന് ദക്ഷിണയുടെ സഹായം ഇല്ലാതെ കൊണ്ട് സാധിക്കില്ല. ഒരു കർമ്മത്തിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ചടങ്ങിൽപ്പെട്ടതാണ് ദക്ഷിണ. ആ ചടങ്ങ് തന്നെ ചിലപ്പോൾ ആദ്യം ചെയ്യുകയും വേണം, ആദ്യം ദക്ഷിണ കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ പണിയെടുക്കണതിൻ്റെ മുന്നേ കൂലി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഗുരുവിന് ആദ്യമായിട്ട് കൊടുക്കുന്ന ദക്ഷിണ നമസ്കാരമാണ്. നമസ്കരിക്കുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപരിദക്ഷിണയാണ്. നമസ്കാരമാണ് അവിടുത്തെ ദക്ഷിണ. ആ ദക്ഷിണയ്ക്കുള്ള പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, ദക്ഷിണ കൊടുക്കുമ്പോൾ പൈസയും മറ്റേ വസ്ത്രം അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപരിദക്ഷിണയാണ്. ഈ ഉപരിദക്ഷിണയാണ് ദക്ഷിണയായിട്ട് സങ്കല്പിക്കുന്നത്. അത് അലിക്കാറവധ വളരെ വ്യത്യാസമുണ്ട്. അപ്പം നല്ലോണം അറിഞ്ഞാലേ ഇത് ഈ 8 പത്നിമാർ എന്ത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി കഥയിലേക്ക് കിടക്കുകയാണ്. സ്യമന്തക ഹർത്താവേ എന്ന് കൃഷ്ണനെ വിളിച്ചാൽ കൃഷ്ണന് വലിയ സന്തോഷമാണ്. കാരണം സ്യമന്തകം കൃഷ്ണൻ കട്ടിട്ടില്ല. സ്യമന്തകം കട്ടത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതാണ് ആരെങ്കിലും ഒരാള് സ്യമന്തകം കട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് സത്രാജ്യത്തിന് സൂര്യ ഭഗവാൻ കൊടുത്തതായിട്ടുള്ള സ്യമന്തകം എന്ന രത്നങ്ങളിൽ അതിവിശേഷമായിട്ടുള്ള രത്നം. ആ രത്നത്തിൻ്റെ പ്രത്യേകതയാണ്, ആ രത്നം ഇരിക്കുന്ന സ്ഥലത്ത് ആധി വ്യാധി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളും വിഷമമായിട്ട് വരില്ല, ഒന്നും ഉണ്ടാവില്ല. ധാരാളം സമ്പത്ത് ഉണ്ടാവുകയും ചെയ്യും. അതാണ് 8 ഭാരം സ്വർണം എല്ലാ ദിവസവും ആ സ്യമന്തകരത്നം തരും. ദേഹത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഷഡൂർമി തൊട്ടുള്ളൊന്നും ഉണ്ടാവില്ല. മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള ഈ ഷഡ് വൈരി തുടങ്ങിയതൊന്നും ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് 3 ആയി കഴിഞ്ഞാൽ പിന്നെ പഞ്ചക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് സാരം. അതാണ് 3 ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല, ശോകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സൂര്യഭഗവാനിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ഈ സ്യമന്തകം എന്ന രത്നം യാദവനായിട്ടുള്ള സത്രാജ്യത്തിന്
വലിയ അനുഗ്രഹമാണ് സ്വതവേ ഉണ്ടായത്. പക്ഷേ ആ രത്നത്തിനെ പൂജിക്കാത്തത് കൊണ്ട് അതിൻ്റെ സദ്ഫലത്തെ കിട്ടിയില്ല. ആ രത്നത്തെ വേണ്ട രീതിയിൽ പൂജിക്കാത്തത് കൊണ്ട് വിപരീത ഫലം കിട്ടുകയുണ്ടായി, ജീവൻ തന്നെ നഷ്ടാവുകയും ചെയ്തു. ഈ രത്നം ധരിച്ചുകൊണ്ട് കഴുത്തിലിട്ടുകൊണ്ട് ദ്വാരകയിലേക്ക് ഞാൻ ഈ രത്നത്തിനുടമയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു. രത്നത്തിൻ്റെ ആ ഒരു ശോഭ കാരണം ഇത് കണ്ടതായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞു, സൂര്യൻ വരുന്നു സൂര്യൻ വരുന്നു എന്ന്. അപ്പോൾ കൃഷ്ണൻ അവിടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കട്ടെയാ. ഏതായാലും അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് സൂര്യനല്ല, സൂര്യൻ കൊടുത്തതായിട്ടുള്ള അത്രയും ശോഭയുള്ള സെമന്തകരത്നം ധരിച്ച് കഴുത്തിലിട്ട് വരുന്നതായിട്ട് സത്രാജിത്താണ് എന്ന് പറഞ്ഞു. അപ്പം ആർക്കും ഇട്ട് വലിയുണ്ടായില്ല. ഈ രത്നത്തിനോട് വിലയില്ലായിട്ടല്ല, അതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത സത്രാജിത്തിനെയാണ് അവർക്ക് വിലയില്ലാണ്ടായത്. 1600 കിലോ ഒരു ദിവസം കിട്ടും, 8 ഭാരം സ്വർണം. അതാണ് അതിൻ്റെ അത്രയും വലിയ ധനികനായി തീർന്നു ഈ സത്രാജിത്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സത്രാജിത്തിനോട് പറഞ്ഞു, സത്രാജിത്തെ കൃഷ്ണൻ പറയാ, ഇതിങ്ങനെ കഴുത്തിലൊക്കെ കെട്ടി അങ്ങനെ നടക്കണമെന്ന് തോന്നുന്നില്ല, ദ്വാരകാ ഭണ്ഡാരത്തിൽ വെച്ചോളും, എന്നാൽ എല്ലാവർക്കും ശ്രേയസ്സാവും, അങ്ങേക്ക് അതിനെ അത്ര സൂക്ഷിക്കാൻ പറ്റുമോ നിശ്ചയില്ല, അതാവും അങ്ങേക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ സത്രാജിത്ത് വിചാരിച്ചെന്താ വെച്ചാൽ, സത്രാജിത്ത് അനവധി കാലം സൂര്യനെ തപസ് ചെയ്തിട്ട് സൂര്യനിൽ നിന്നും കിട്ടിയതാണ് ഈ മണി. ജനിച്ച അന്ന് മുതൽ ഈ വെണ്ണ കക്കലും മറ്റേ പാല് കക്കലും ചെയ്തതായിട്ടുള്ള ഈ കൃഷ്ണൻ സ്വതവേ തന്നെ കള്ളനാ. അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ കൊടുക്കില്ല, ഞാൻ അധ്വാനിച്ച എനിക്ക് എന്ന് വിചാരിച്ചിട്ട് സത്രാജിത്ത് പറഞ്ഞു, തരില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വേണ്ട, വിരോധമില്ല, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു, ഹിതമാവണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തു. പിന്നെ സത്രാജിത്ത് ദ്വാരകയിലാദ്യം നിന്നില്ല, വേഗം സ്വന്തം വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ ഒട്ടും ശുശ്രൂഷിക്കണില്ല, ധനം ധാരാളുണ്ടേനി, എന്താ ചെയ്യേണ്ട ഇഷ്ടമില്ല. അങ്ങനെയാണ് സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനൻ ഇതേപോലെ തന്നെ കഴുത്തിൽ ഈ മണി തൂക്കിയിട്ടും കൊണ്ട് കാട്ടിലേക്ക് പോയി നായാട്ടിന്. അപ്പോൾ നായാട്ടിന് പോയപ്പോൾ അവിടെ ഒരു സിംഹം ഇത് കണ്ടു. സിംഹം കണ്ടത് ഇതിൻ്റെ ഒരു പ്രഭയാണ്. അപ്പോൾ അത് തിന്നാളാണെന്ന് വിചാരിച്ചു ആ സിംഹം ഈ പ്രസേനനെ കൊന്നു. കുതിരപ്പുറത്താണ് പോയത്, കുതിരയും കൊന്നു. ഇത് രണ്ടും ആഹരിക്കാതെ കണ്ട് ഈ മണി കടിച്ചു പിടിച്ചുകൊണ്ട് പോവുക. അപ്പോഴാണ് ജാമ്പവാൻ അത് കൂടെ വരുന്നത്. ജാമ്പവാൻ ഈ മണിയുടെ പ്രഭ കണ്ടപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സാധന എന്നും പറഞ്ഞുകൊണ്ട് ഈ സിംഹത്തിനെ വധിച്ചു. ഈ മണിയെടുത്ത് ഗുഹയിലേക്ക് കൊണ്ടുപോയി കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. ഇത് അറിയില്ല. പ്രസേനൻ കാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് കാണാനില്ല. അപ്പോൾ സത്രാജിത്ത് പറഞ്ഞു, എൻ്റെ അനുജനെ കൊന്ന് കൃഷ്ണൻ എൻ്റെ മണിയെ കട്ടെടുത്തിറക്കണു. അപ്പോൾ പ്രസേനനെ കൊന്നത് കൃഷ്ണനാണ്, സ്യമന്തകൻ കട്ടത് കൃഷ്ണനാണ്. ഇത് എങ്ങനെയൊക്കെയോ നാട് മുഴുവനെ പരന്നു അതിലെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണന് വല്ലാത്ത വിഷമായി. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പോൾ സാധാരണഗതിയിൽ അതിനെ തിരുത്തേണ്ടത് രാജാവായിട്ട് അങ്ങനെ ഒരു ഭാവത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. കൃഷ്ണൻ തന്നെയാണ് അത് തിരുത്തേണ്ടത്. ആക്ഷേപം വരാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക്. ഏതായാലും അന്വേഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂടി കാട്ടിലേക്ക് പോയി. കൃഷ്ണനൊക്കെ അറിയാഞ്ഞിട്ടല്ല കേട്ടോ, എന്നാലും ശരി, കാട്ടിലേക്ക് പോയി. കുറച്ച് പോയപ്പോഴേക്കും കണ്ടു കുതിരയും ചത്ത് കിടക്കുന്നുണ്ട്, പ്രസേനനും ചത്ത് കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ പോയപ്പോൾ ഈ സിംഹത്തിൻ്റെ കാൽപ്പാട് കണ്ടു. അപ്പോൾ സിംഹത്തിൻ്റെ കാൽപ്പാട് ഇങ്ങനെ നോക്കി പോയപ്പോൾ സിംഹം ചത്ത് കിടക്കുന്നുണ്ടു. പിന്നെയാണ് ജാമ്പവാൻ്റെ കാൽപ്പാട് കണ്ടത്. യുദ്ധരംഗവും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു, ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ജാമ്പവാൻ്റെ കാൽപ്പാട് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഗുഹയിലെത്തിയത്. ഗുഹയിലേക്ക് കടന്നപ്പോഴാണ് അവിടെ കുട്ടികൾ ഈ മണിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് കുട്ടികൾ നിലവിളിച്ചു, കാരണം ദുർഗന്ധം വന്നു കൃഷ്ണൻ്റെ. ദുർഗന്ധം വന്നപ്പോൾ കുട്ടികൾ കരഞ്ഞു. ആരോ വരുന്നുണ്ട്, എന്താ കഥാശല്യ. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നു.
മുത്തശ്ശനാണോ ആരോ ആയിക്കോട്ടെ. ജാമ്പവാൻ വന്നു. ജാമ്പവാൻ വന്നിട്ട് എൻ്റെ ഗുഹയിലേക്ക് കിടക്കണത് ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യുദ്ധമായി. കൃഷ്ണൻ അങ്ങോട്ട് അകത്തേക്ക് കടന്നത് ഈ ഒപ്പമുള്ള കൂട്ടുകാർ അങ്ങോട്ട് കടന്നില്ല. നിങ്ങൾ പുറമെ കാത്തു നിന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അകത്തേക്ക് കിടന്നു. വലിയ ഗുഹയാണ്. ജാമ്പവാന്റെ ആയുസ് തന്നെ ത്രേതായുഗത്തിൽ തന്നെ ജാമ്പവാനുണ്ട്. അപ്പോൾ അനവധി കാലത്ത് ആയുസ്സാണ് ജാമ്പവാന്. വയസ്സ് കുറേ ഉണ്ട് എന്നർത്ഥം, കണ്ണൊന്നും കാണില്ല. ഏതായാലും കൃഷ്ണനും ജാമ്പവാനും കൂടിയിട്ട് യുദ്ധം. ഇവിടെ പുറത്ത് നിൽക്കുന്നവർ 10-12 ദിവസം കഴിഞ്ഞപ്പോഴേ അവർക്ക് ക്ഷമയില്ലാണ്ടേ, അകത്തേക്ക് കയറാൻ ധൈര്യമില്ല. ഇത്രയും ദിവസമായിട്ട് കൃഷ്ണനെ കാണാത്തെന്താ എന്ന് വിചാരിച്ചിട്ട് അവരും മടങ്ങി. എന്നിട്ട് വസുദേവരോടും ഈ യാദവരോടൊക്കെ പറഞ്ഞു, കൃഷ്ണൻ അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല, എന്താ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവിടെ നാരദ മഹർഷി വന്നു വസുദേവരുടെ അടുത്തേക്ക്. രുക്മിണിക്കും ദേവകിക്കും ഒക്കെ ഇത്ര ദുഃഖം എന്ന് പറയാൻ പറ്റില്ല, അത്ര ദുഃഖമായി. അപ്പോൾ ഭഗവത് സേവ ചെയ്യാം എന്നാ തീരുമാനിച്ചത്. അങ്ങനെ ഭഗവത് സേവ ചെയ്യാൻ തീരുമാനിച്ചു. തുടങ്ങി 10-12 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ദേവീ കഥകൾ പറയലും അതേപോലെ ഭഗവത് സേവയും ഭഗവതീ സേവ. ഇവിടെ യുദ്ധം ഇങ്ങനെ ദിവസേന യുദ്ധമാണ്. എങ്ങനെ രാവും പകലും ഇല്ലാതെ കണ്ട് രണ്ടുപേർക്കും അത് ക്ഷീണമില്ല. അടിയോടടി, ഇടി അടി, മൽപ്പിടുത്താണ്. ദ്വന്ദ്വയുദ്ധമേ ഉള്ളൂ, ആയുധങ്ങളൊന്നുമില്ല. 27 ദിവസം യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ജാമ്പവാന് തോന്നിയത് ജാമ്പവാനെ സ്വതേ അങ്ങനെ ആർക്കും തോൽപ്പിക്കാനൊന്നും കഴിയില്ല. 27ാമത്തെ ദിവസം നല്ലൊരു പെട കൊടുത്തു കൃഷ്ണൻ. അപ്പോൾ പെടയ്ക്ക് നല്ല ശക്തിയുണ്ട്. ഇത് എൻ്റെ ഭഗവാനായിട്ടുള്ള ശ്രീരാമൻ തന്നെയാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ശ്രീരാമനെ സ്മരിച്ചിട്ട് എന്നാണോ ഈ ജാമ്പവാനും ശ്രീരാമനും തമ്മിൽ ഹനുമാൻ സഖ്യം അതിന് ശേഷമാണല്ലോ. അപ്പോൾ അതിനെ സ്മരിച്ചുകൊണ്ട് സേതു ബന്ധിച്ചതും രാവണ വിജയവും അത് കഴിഞ്ഞ് സീതയോട് കൂടിയിട്ട് പട്ടാഭിഷിക്തനായിട്ടുള്ള രാമനെ കൊന്നിങ്ങനെ സ്മരിച്ചു ജാമ്പവാൻ. എന്നിട്ട് യുദ്ധം ചെയ്തു. ഇതിപ്പോൾ ശത്രു ആരാന്നുള്ള അറിയില്ലല്ലോ. രാമ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കണ്ണ് കാണാത്ത ആ ജാമ്പവാൻ ശാസ്ത്രി അങ്ങനെയാണ്, പ്രായം കൊണ്ടുണ്ട്. അപ്പോൾ കണ്ണ് തുറക്കാനായിട്ട്, കണ്ണ് മെഴിയായിട്ടാണ്, കണ്ണ് കാണാനായിട്ടല്ല. കണ്ണ് മിഴിക്കണമെന്ന് തോന്നി ഒന്ന് നോക്കി. മിഴിച്ചു നോക്കിയപ്പോഴാണ് രാമനും സീതയും കൂടിയിട്ട് ദർശനം കൊടുത്തതാ. ഒപ്പം സീത ഇല്ല കേട്ടോ, എന്നാലും ശരി. സീതാരാമചന്ദ്രന്മാരായിട്ട് ഭഗവാൻ കൃഷ്ണൻ ജാമ്പവാന് ദർശനം കൊടുത്തു. അപ്പോൾ വേഗം കാല് പിടിച്ച് നമസ്കരിച്ചു. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ഇടി പുഷ്പാഞ്ജലി ആയിട്ടാണ് സ്വീകരിച്ചത്. ജാമ്പവാനിൽ നിന്നും കിട്ടിയത് മുഴുവൻ ഭഗവാൻ പ്രസാദമായിട്ട് തിരിച്ച് അനുഗ്രഹമായിട്ടാണ് കൊടുത്തത്. സന്തോഷത്തോട് കൂടിയിട്ട് അനുഗ്രഹിച്ചു ഭഗവാൻ. ഞാൻ ഇപ്പോൾ വസുദേവ കൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത്, വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടും. എൻ്റെ നാട്ടിലെ സത്രാജിത്തിൻ്റെ സ്യമന്തകം എന്ന സൂര്യഭഗവാൻ കൊടുത്ത രത്നം അനുജൻ പ്രസേനൻ നായാട്ടിന് വന്നപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റി. ആ രത്നമാണ് ഇപ്പോൾ അങ്ങയുടെ കയ്യിലിരിക്കുന്നത്, അതെനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ജാമ്പവാന്റെ കാലത്ത് ജാമ്പവാന്റെ പുത്രിയായിട്ടുള്ള ഈ ജാമ്പവതി അന്ന് ശ്രീരാമന് ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചയാളാണ്. ജാമ്പവാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ജന്മം പറ്റില്ല, അടുത്ത ജന്മത്തിലാവാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ കാത്തിരിക്കാനും ആയുസ്സും ഒക്കെ ഉണ്ട് ഇവർക്ക്, അതൊക്കെ അനുഗ്രഹമുണ്ട്. അപ്പോൾ അവസരം കിട്ടിയല്ലോ, മകളെയും കൊടുത്തു, ഈ രത്നത്തെയും കൊടുത്തു. ഭഗവാൻ അത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് പോരുകയും ചെയ്തു. ജാമ്പവാനെ അനുഗ്രഹിച്ചു. ഇവിടെ വന്നിട്ട് ഈ രുക്മിണി വസുദേവരും ദേവികുമൊക്കെ കൂടിയിട്ട് പൂജ 12ാമത്തെ ദിവസം കഴിഞ്ഞ് ആ പൂജ കഴിഞ്ഞിട്ട് സമർപ്പണം, അനുഗ്രഹം കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക, അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ വേദോത്ത കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഒക്കെ കഴിയുന്ന സമയത്താണ്, പൂജ കഴിഞ്ഞ സമയത്താണ് ഈ കൃഷ്ണനും ജാമ്പവതിയും കൂടിയിട്ട് ഈ സ്യമന്തകരത്നം കൂടിയിട്ട് അവിടെ വരണത്. അപ്പോൾ അവിടുത്തെ ഒരു സന്തോഷം, അത് എത്രത്തോളം പരന്നു ആഹ്ലാദം അത് പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ. എല്ലാവരും നല്ലോണം സ്വീകരിച്ചു.
ഭഗവതി പ്രീതി കിട്ടിയിരിക്കണോ എന്ന് ഏതായാലും ആ സത്രാജിത്തിനെ വിളിച്ചു വരുത്തി ഈ രത്നം കൊടുത്തു. ഞാൻ രത്നം കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ കുറച്ച് ജാള്യതയോട് കൂടിയിട്ട് ഇങ്ങനെ ലോകാപവാദം പറഞ്ഞിട്ട് പരത്തരുത് കേട്ടോ എന്നും പറഞ്ഞു. ഏതായാലും കൃഷ്ണ അതൊക്കെ കേട്ടിട്ട് ഈ മണിയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയ കാര്യമൊക്കെ സത്യഭാമയോട് പറഞ്ഞു. ഇപ്പം സത്യഭാമ പറഞ്ഞു, പറയാതെ കണ്ട് പറഞ്ഞു എന്നാണ് സ്വതേ പറയാറ്. ജാമ്പവാൻ എങ്ങനെയാണോ ഈ മണിയും ജാമ്പവതിയെയും കൃഷ്ണന് കൊടുത്ത് അതേപോലെ അത് തോന്നിച്ചു എന്നതാണ്. മറ്റൊരു ലക്ഷ്മിയാണ് ഈ സത്യഭാമി. അത് സത്രാജിത്തിനും നല്ല സൂത്ര, അത് ശരിയാ, എന്നാൽ അതുപോലെ തന്നെ ആവാം, എന്നാ വരൂ. അങ്ങനെ സത്യഭാമിയും രത്നവും കൂടിയിട്ട് വീണ്ടും സത്രാജിത്ത് ഇവിടെ എത്തി കൃഷ്ണന് കൊടുത്തു. രണ്ടും കൂടിയിട്ട് കൊടുത്തു. സ്വീകരിക്കണം, മാപ്പ് പറഞ്ഞു, കാല് പിടിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് സത്യഭാമയെ തന്നോളൂ, രത്നം വേണ്ട, രത്നം അങ്ങ് തന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് സത്യഭാമയെയും ജാമ്പവതിയെയും ഭഗവാൻ വിവാഹം കഴിച്ചു. ഇങ്ങനെ 2 വിവാഹം. അപ്പോൾ 3 ഭാര്യമാരായി, രുക്മിണി, ജാമ്പവതി, സത്യഭാമ. അങ്ങനെ 3 പത്നിമാരായി. ഭഗവാന്റെ പത്നിമാരിൽ ഏറ്റവും പ്രധാനം രുക്മിണിയും സത്യഭാമയായിട്ടുള്ള ഭൂമിയുമാണ്. സുബ്രഹ്മണ്യനാണ് സാമ്പനായിട്ട് വന്നത്. ആ സാമ്പന്റെ അമ്മയാണ് ജാമ്പവതി. പിന്നെ സാമ്പനിലൂടെയാണ് സ്വതേ ഈ യാദവ നാശത്തിനുള്ള കാരണം ഒക്കെ കഥകളൊക്കെ ഇനി ആദ്യം വരും. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ജാമ്പവതിക്ക്. സത്യഭാമയ്ക്ക് കൃഷ്ണനല്ലാതെ കണ്ട് വേറൊരാളും ആശ്രയമില്ല. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടയായിട്ടുള്ള പത്നി, രുക്മിണിയേക്കാൾ കൂടുതൽ എന്നുവെച്ചാൽ സ്നേഹിക്കുന്നത് സത്യഭാമയാണ്. രുക്മിണിക്ക് ഈശ്വരീ ഭാവമുണ്ട്. സത്യഭാമയ്ക്ക് ഈശ്വരീ ഭാവമില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ശുശ്രൂഷ, ലാളന പത്നിയായിട്ട് ആകുമ്പോൾ അതിന് കൂടുതൽ പലതും ഉണ്ടല്ലോ. അതൊക്കെ സത്യഭാമയ്ക്കാണ് ഭഗവാൻ കൊടുത്തതെന്നും ആചാര്യന്മാർ സ്മരിക്കാറുണ്ട്. അങ്ങനെ 3 വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ സെമന്തകരത്നത്തിൻ്റെ കഥ കുറച്ചും കൂടി പറയാനുണ്ട്. അത് അടുത്തതിൽ പറയാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിവാഹാദി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.